ബേസിലേട്ടാ നമസ്കാരം. ഇന്ദു ഗോപൻ സാറിന്റെ കഥകളിലെ ഏറ്റവും മികച്ച സിനിമയാണ് പൊന്മാൻ എന്നാണ് കണ്ടിറങ്ങുന്ന ഓരോ പ്രേക്ഷകരും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പും പ്രതീക്ഷകളുണ്ടായിരുന്നു ഇത് കണ്ടിറങ്ങുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊരു മിഡിൽ ക്ലാസ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതന്നെ ഈ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്സ്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബുക്ക് വായിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാം എന്ന തീരുമാനം എടുക്കുന്നത്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ചെയ്തിട്ടേ വേറെ എന്ത് പരിപാടിക്കും പോകുന്നുള്ളൂ, ഇത് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം ആദ്യം തന്നെ എടുത്തായിരുന്നു. പക്ഷെ ബുക്ക് വായിക്കുന്ന പോലല്ല സിനിമയിലേക്ക് വരുമ്പോൾ ബുക്കിൻ്റെ അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസ് ഉണ്ട്. ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളുമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ട് വേണം അതിനെ കാണാൻ. അപ്പോൾ ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസും ബുക്കിൻ്റേതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകളും നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്ക് ആകുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, എന്നാൽ ബുക്കിലെ കുറേ കാര്യങ്ങൾ സിനിമയിലേക്ക് വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ബുക്കിൽ വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടിയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സും മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ. പിന്നെ GR ഇന്ദു ഗോപൻ ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ, ഓഫ് കോഴ്സ് ജ്യോതിഷ് ചേട്ടൻ്റെയും. അപ്പം എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയാവുന്നത് സിനിമയായിട്ട് നന്നായിട്ട് വരണം. സിനിമയാവുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം. എന്നാൽ ബുക്കിൻ്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്. ഒരു കാര്യം പറയാനുണ്ട്, വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി. ഇത് നടന്നത് കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ 4-5 ചെറുപ്പക്കാരെന്നാണ് നോവലിൻ്റെ പേര്. ആ 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു. ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതെ, ഇതിൽ മറുത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ. പിന്നെ ഇതിൽ മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറയുന്ന ദീപക് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ശർമാജി എന്ന് പറയുന്ന ആക്ടറാണ്, രാജേഷ് ശർമ്മ. അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ. അദ്ദേഹം ഈ സിനിമയിൽ പള്ളിയിലച്ഛൻ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇതിലൊരു സീനുണ്ട്, പള്ളിയിലച്ഛനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപകിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ. അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് എടാ നോക്കിയും കണ്ടൊക്കെ നിന്നോണെ എന്ന് പറയുന്ന ഒരു അപൂർവ ഒരു മൊമെന്റും ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അജേഷ് PP എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന 4-5 ചെറുപ്പക്കാരും കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. ഇത് കാണുന്ന അജേഷ് PP ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ അജേഷുമാരും വരിക. ഞാനാണെന്നൊക്കെ പറഞ്ഞു. റിയൽ ലൈഫ് മരിയാനോ ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാണ്ട് അവിടെ ഇരുന്നോ, വരികയേ വേണ്ട. എനിക്ക് കാണണ്ട, അല്ല മരിയാനോ സജിനെ കണ്ട് ഇടിക്കും. ഞാനിങ്ങനെ നല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കണ്ടാലും ഇടിക്കായിരിക്കും ചിലപ്പോൾ. ഇതിനകത്ത് പേരുകൾ വളരെയധികം യുണീക്കാണ്. ഇപ്പം മരിയാന ആയാലും സ്റ്റെഫി റാഫേൽ, അങ്ങനെ കുറെ പേരുകൾ ഡിഫറെന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവിടെ കോമൺ ആയിട്ട് അജീഷ് എന്നുള്ളൊരു പേര് അപ്പോഴൊരു സ്ക്രിപ്റ്റ് ആയ സമയത്ത് എനിക്കിവിടെ ഒരു വെറൈറ്റി പേര് കിട്ടിയാൽ തോന്നിയായിരുന്നു. ഇല്ല, അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ. അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ്. ടെറൻസ് ബ്രൂണോ, ഈ പറയുന്ന മരിയാനോ റോബർട്ടോ, സ്റ്റെഫി ഗ്രാഫ്, ജക്ക് ദേവസി, ബ്രോഷ്, മാർക്കണ്ഡേയ ശർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക്
പുറത്തുനിന്ന് വന്ന് കയറുന്ന ഒരാളാണ് അജേഷ്. അപ്പൊ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല. അജേഷ് ഒരു വേറെ സിറ്റിയിൽ അവിടെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ല. അപ്പൊ അജേഷിന് അപ്പൊ അതുകൊണ്ട് വേറൊരു പേര്, അജേഷിനും കുറച്ച് അങ്ങനത്തെ വ്യത്യസ്തമായ പേരിട്ടിരുന്നെങ്കിൽ പക്ഷെ ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഫീൽ ചെയ്യില്ല. അതെ അതെ. ബേസിൽ ജോസഫ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഒരു ഹ്യൂമർ കഥാപാത്രമായിട്ട് വന്ന് സ്ക്രീനിൽ കുറെ നേരം നിന്നതിന് ശേഷം ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന, അല്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് മിക്കവാറും ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്യാനായിട്ടൊരു കഥാപാത്രമാണ് പൊന്മാനിലെ കഥാപാത്രമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്ക് എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ്. ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള, അത് ഈ ലിറ്ററേച്ചറിന്റെ കൂടെ ഗുണമാണ്. ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ലേയേഴ്സും. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് അറിയാലോ ആ ക്യാരക്ടറിനെ കുറിച്ച്. ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ്, എന്നാൽ പോലും ഏറ്റവും അധികം ലെയേർഡ് ആയിട്ടും ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റെതാണ്. അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റ് ആയിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു, ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതും കൂടെ തന്നെയാണ്. നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കേട്ടിരുന്നു. ആ സമയത്തൊന്നും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, ഫ്ലോറിലേക്ക് കയറാൻ പറ്റില്ല. 9:30 ഷോയ്ക്ക് കയറണം. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും കൂൾ മാനായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കും. ജീവിതത്തിൽ സിനിമ ഇരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഷോ വടക്കാണ പോകണം പറഞ്ഞു വെച്ച ന്യൂസ് ചാനലിന്റെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ട് അവിടെ ഒരു പെട്ടെന്ന് ഞെട്ടിക്കുന്ന വാർത്ത കാരണം കയറാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ബേസിൽ ജോസഫ് നല്ല കൂൾ മാനായിട്ടിരിക്കും. ജീവിതത്തിൽ സിനിമ ഇരിക്കാനാണ്. ഒരു പടം റിലീസാവുന്ന ദിവസം നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകണം, ഇവിടെ ഗസ്റ്റ് ആയിട്ട് കയറാൻ പറ്റില്ല. ബട്ട് നോ ടെൻഷൻ, ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ? സിനിമയെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സിനിമ കാണാൻ പോകുന്നതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ട്. അല്ലാതെ പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ. അതങ്ങനെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ കയറി ഒന്ന് വെയിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ കൂളാണ്, മാക്സിമം കൂളായിട്ടിരിക്കാനാണ് നോക്കുന്നത്. എന്നാലും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ വാച്ചൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. കുറച്ച് ഡീപ് ബ്രത്ത് എടുക്കും, ഒരു സൂര്യൻ്റെ മുമ്പിൽ പോയി കുറച്ച് ശ്വാസം അകത്തോട്ട് വലിച്ച് പുറത്തോട്ട് വിടും, ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് നോട്ടിഫിക്കേഷൻ വരും ഇടയ്ക്കിടയ്ക്ക്. സ്ട്രെസ്സിനൊന്നും ഒരു കുറവുമില്ല. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു.